ഈ ഡീഗ്രേഡിങ് ഉണ്ടായ സമയത്ത് എന്തൊക്കെ ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ റോബിൻ്റെ? നഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് എന്താ നടക്കുന്നത് ഒരു കൺഫ്യൂഷൻ തോന്നി. മനസ്സിലായില്ല, ആ കൺഫ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ പേര്, ഒരുപാട് പേരൊന്നുമല്ല, കുറച്ച് പേർക്ക് ലൈക്ക് ഇതെന്താ ഇങ്ങനെയാണോ അതങ്ങനെയാണോ എന്നൊക്കെ ഒരു കുറേ കാര്യങ്ങൾ പലർക്കും എന്ത് ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത് എന്തിന് ഇതൊക്കെ കാരണമാണല്ലോ അങ്ങനെ തോന്നി. പക്ഷെ അവരൊക്കെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. എത്ര പേരാ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയോ? എനിക്കതൊക്കെ കാണുമോ എങ്ങനെയെന്ന് സന്തോഷിക്കും. ആ ഓക്കെ. അന്ന് ഈ ഡീഗ്രേഡിങ് തുടങ്ങിയ സമയത്തും ഡോക്ടർ റോബിൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്നോ ഇത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അരികിൽ തന്നെ വരും? പക്ഷെ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ല, 1.5 വർഷം എന്ന് പറയുന്നത് എനിക്ക് ചെറിയ കാലാവധിയാണ്. ഇതില് സാധനം പെട്ടെന്നൊന്നും എല്ലാവരും മറന്ന്, എന്നെയൊക്കെ മറന്ന്, നിന്നെയും മറന്ന്, എല്ലാം കഴിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, ഈ സംഭവങ്ങളൊക്കെ സാധാരണ തെളിയത്തുള്ളൂ. കുറേ വർഷം എടുക്കുമായിരിക്കും. പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ ചർച്ച വന്നതും ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂവിലും ഇപ്പൊ ചെയ്യുന്നത്. ഉറപ്പായിട്ടും അല്ലേ? നിന്റെ ആ വീഡിയോ ഇട്ടതിന് ശേഷം തൊട്ട് ഓരോ കാര്യങ്ങൾ അവർ വന്ന് ഓരോന്ന് പറയും. ഇവർ നാളെ മാറ്റി പറയും. ഈ വന്ന് പറഞ്ഞ 5 പേര് നാളെ മാറ്റി പറയും. അവരങ്ങനെയാണ്. കാരണം നിലപാടുള്ള ഒരാൾ ഒന്നിലെന്ന് ഉറച്ചിരിക്കത്തുള്ളൂ. കാരണം അവരുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്കും കാര്യങ്ങളുണ്ടല്ലോ, ഓരോന്ന് ലൈം ലൈറ്റ് നിൽക്കണം, ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം എനിക്കിപ്പോൾ ലൈം ലൈറ്റ് ഇല്ലെങ്കിലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അറിയാവുന്ന അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്, അതൊക്കെ മതി എനിക്ക്. അതായത് റോബിൻ ആഗ്രഹിച്ച ഫെയിമിനപ്പുറം ദൈവം തന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഞാൻ എന്താഗ്രഹിച്ചാലും 100 മടങ്ങ് എനിക്ക് കിട്ടി. അതല്ലാതെ എനിക്ക് എന്താ വേണമെന്നത്? ഈ ഒരാൾ ഉയരുന്ന കാണാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരാളുടെ വളർച്ച പിന്നെ അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്വന്തം ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന എത്ര പേരുണ്ട്? ഒന്നും ചെയ്യാതെ വെറും പായ് ജന്മങ്ങളായിട്ട് അതിൻ്റെ അകത്ത് പഴവും തിരികെ വെച്ച് വെറുതെ ഇരുന്ന് കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടടാ. ഞാൻ ഇന്നേ വരെ അവരോടൊക്കെ എന്തോ ഈ നിമിഷം പറയാനുള്ള ക്യാമറ നോക്കി അവരുടെ അടുത്ത് പറയാനുള്ള ഗ്രോ അപ്പ്, വളരൂ, നന്നാവൂ. ഇത്രയൊക്കെ ആളുകൾ ദ്രോഹിച്ചിട്ടേ ഈ ചിരിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെ പറ്റും? അത് ചെറുതല്ല കേട്ടോ. എൻ്റെ പൊന്നു ബ്രോ, ഞാൻ ഹാപ്പിയാണ് ബ്രോ എന്നും പറഞ്ഞ് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. നീ ചോദിച്ചില്ലേ ഞാൻ സങ്കടപ്പെടോ കരയോന്നൊക്കെ? ഞാൻ നേരത്തെ ചോദിച്ചത് ഡീഗ്രേഡ് ഫേസ് ചെയ്തതിന് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ചില കാര്യങ്ങളിൽ വിഷമം വരുമ്പോൾ കരയും. ഞാൻ ഒരു മനുഷ്യനാണ്, ഞാൻ ഒരു ആണാണ്, ഞാൻ കരയും. അതിൽ പറയാൻ എനിക്കൊരു മടിയുമില്ല. എനിക്ക് എന്ത് മടിയുടെ? ഞാൻ മനുഷ്യനാണ്, ഞാൻ എന്താ റോബോട്ടാ? ഞാൻ ആണാണ്, ഞാൻ കരയും. അതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും. എനിക്ക് സങ്കടം വരും, സന്തോഷം വരും, ദേഷ്യം വരും, അസൂയ വരും, കുശുമ്പ് വരും, എല്ലാം വരും. ഞാൻ എല്ലാം നിറഞ്ഞ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അങ്ങനെ മാത്രം എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആളുകൾ ഇന്ന് ഇഷ്ടപ്പെടുന്നതും കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നു, ചില സത്യങ്ങൾ തുറന്നു പറയുന്നു. അന്ന് ആളുകൾ അംഗീകരിച്ചില്ല. പിന്നീട് പല വ്യക്തികളുടെ വായിൽ നിന്നും റോബിൻ പറഞ്ഞ അതേ സത്യങ്ങൾ വരുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നു. അന്ന് ഈ വിശ്വസിക്കാത്ത ആളുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നതിന്റെ കാരണം എന്തെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് ആൾക്കാർ. അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോഴും വന്ന കമന്റ്, കഴിക്കാണ് നീ തിരിച്ചു കൊത്തിയില്ലേ, നന്ദിയില്ലാത്തവൻ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫെയിമും കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിത്തന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണ്. അത് ഇപ്പോഴും ഞാൻ കടപ്പെട്ടിരുന്നു. പക്ഷെ അതിലുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആർക്കും അതിനുള്ള ധൈര്യം ഇല്ല. ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്ന, അതിൽ കുറച്ച് പേര് ചെയ്യുന്ന കുറെ അനീതിയും കുറെ തെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ ആർക്ക് ധൈര്യമുണ്ട്? അതിനു മുന്നേ ആരുണ്ട് ഒരു ചാനലിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരാൾ? ആരുമില്ല. കാരണം എൻ്റെ കരിയർ ഇനി വരാൻ പോകുന്നത് മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ചാനൽ എഗൻസ്റ്റ് ഒന്നും ആരും പറയത്തില്ല. അന്ന് ഞാൻ എൻ്റെ കോൺട്രാക്റ്റിൽ ഇരിക്കുമ്പോൾ അകത്ത് പോയാണ് ഞാൻ അവരുടെ അടുത്ത് എന്ത് ചെയ്താൽ അവർക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. മനസ്സിലായില്ല? പക്ഷെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് പോയി എന്ത് ചെയ്യും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പുറത്തിറങ്ങി ഞാൻ മീഡിയയുടെ അടുത്ത് എന്ത് ചെയ്തു പറഞ്ഞു. മനസ്സിലായില്ലേ? അതിൻ്റെ അകത്ത് ആൾക്കാരുടെ ഇമോഷൻ, ഇത് കാണുന്ന ജനങ്ങളുടെ ഇമോഷൻ വെച്ച് കളിക്കരുത്. മനസ്സിലായില്ലേ? അവിടെ ഉള്ള ഒരാളിൽ 10 നല്ല കാര്യങ്ങളുണ്ടാവും. അതിൽ 10ൽ 8 കാര്യങ്ങൾ നല്ല ഉണ്ടാവും. ഈ 8 കാര്യങ്ങൾ മാറ്റി 2 കാര്യം മാത്രം കാണിച്ചുകൊണ്ടിരുന്ന അയാൾ നെഗറ്റീവായി അല്ലേ? ഞാനും നീ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, എന്നിട്ട് പിന്നീട് വന്ന് നീ എൻ്റെ അടുത്ത് സോറി പറയുന്ന കാര്യം കട്ട് ചെയ്ത് കളഞ്ഞാൽ നീ അപ്പോഴും അവിടെ വില്ലനാ. അവൻ നോക്ക് അത്രയും കാണിച്ചില്ല. ചിലപ്പോൾ എൻ്റെ ഭാഗത്തായിരിക്കും ശരിയുള്ളത്, അപ്പോഴും നീ വന്ന് സോറി പറഞ്ഞ കാണിക്കാതിരുന്ന അവിടെ എന്ത് സംഭവിക്കും? റോബിൻ അന്ന് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നില്ല, ഉടായ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഉടായ്പകൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഓരോരുത്തരും വന്ന് പറയുന്നില്ല, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു ഇത് ജനങ്ങളുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരുപാട് ഉടായ്പകളുണ്ട്. ആടിനെ പട്ടിയാക്കുന്ന, പട്ടീനെ ആടാക്കുന്ന ഒരു ഷോ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കൂടെ വന്ന് പൊങ്കാലയിട്ട്, ഇനിയിപ്പോൾ ആ പൊങ്കാല നിങ്ങൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.